കേരളത്തിന്റെ ഭരണസാരഥിയെ കണ്ടെത്താനുള്ള ഹൈക്കമാൻഡ് ചർച്ചകൾ ക്ലൈമാക്സിലേക്ക്. വോട്ടെണ്ണൽ കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടിട്ടും മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാത്തതിലുള്ള അതൃപ്തി മുന്നണിയിൽ പുകയുന്നതിനിടെ കേരളത്തിലെ 5 മുതിർന്ന നേതാക്കളെ അടിയന്തരമായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. ഇതോടെ കേരളത്തിലെ മുഖ്യമന്ത്രി പൂട്ട് അടുത്ത 48 മണിക്കൂറിനുള്ളിൽ തുറക്കുമെന്നുറപ്പായി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കാനാണ് രാഹുൽ ഗാന്ധിക്ക് താൽപര്യമെന്നാണ് ഡൽഹിയിൽ നിന്നുള്ള സൂചനകൾ. ദേശീയതലത്തിൽ പാർട്ടിയെ നയിക്കുന്നതിൽ KCക്കുള്ള പരിചയസമ്പത്തും ഹൈക്കമാൻഡുമായുള്ള അടുപ്പവുമാണ് ഇതിനാധാരം. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ KCയുടെ വരവ് ഗുണകരമാകുമെന്ന് രാഹുൽ കണക്കുകൂട്ടുന്നു. ഹൈക്കമാൻഡ് വിളിപ്പിച്ചത് പ്രകാരം K സുധാകരൻ, K മുരളീധരൻ, MM ഹസൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർ ഇന്ന് രാത്രി തന്നെ ഡൽഹിയിലെത്തും. ഈ ചർച്ചകളിൽ ഓരോരുത്തരുടെയും നിലപാട് നിർണായകമാണ്. തിരുവഞ്ചൂരും സുധാകരനും KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണയ്ക്കുന്നു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ KCയുടെ പേരിനോട് ഇവർക്ക് അനുകൂല നിലപാടാണുള്ളത്. പാർട്ടി പ്രവർത്തകർക്കിടയിലെയും താഴെത്തട്ടിലെയും യഥാർത്ഥ വികാരം മുരളീധരൻ തുറന്നു പറഞ്ഞേക്കും. ഇത് KC ക്യാമ്പിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാകും. നിലവിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ VD സതീശന്റെ പേരും സജീവമായി പരിഗണനയിലുണ്ട്. കേരളത്തിലെ MLA മാരുടെ പിന്തുണ തങ്ങൾക്കുണ്ടെന്നാണ് VD ക്യാമ്പിന്റെ വിശ്വാസം. ഹൈക്കമാൻഡ് ഏകപക്ഷീയമായ തീരുമാനമെടുക്കാതെ കേരളത്തിലെ നേതാക്കളുടെ അഭിപ്രായത്തിന് മുൻഗണന നൽകിയാൽ സതീശന് സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ കരുതുന്നത്. ഭരണം വൈകുന്നത് ജനങ്ങൾക്കിടയിൽ പരിഹാസ്യമാകുന്നുവെന്ന മുസ്ലിം ലീഗിന്റെ കടുത്ത നിലപാടാണ് ഹൈക്കമാൻഡിനെ വേഗത്തിൽ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്. ഒടുവിൽ AK ആന്റണിയുമായി നടത്തുന്ന ചർച്ചയോടെയാകും അന്തിമ പ്രഖ്യാപനം. ആന്റണി നിർദ്ദേശിക്കുന്ന പേരിന് എല്ലാവരും വഴങ്ങേണ്ടിവരും. ഉപമുഖ്യമന്ത്രി പദം ഉണ്ടാകില്ലെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. എങ്കിലും വരും മണിക്കൂറുകളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ വ്യക്തമായ ചിത്രം നൽകും.